30 കിലോമീറ്റർ മൈലേജ് ഇടുന്ന ഒരു കിള്ളം വണ്ടി. അപ്പോൾ 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ തള്ളല്ല. കിള്ളം ഫാമിലി വെഹിക്കിൾ ആണ്. നല്ല സ്പേഷ്യസ്, നല്ല കംഫർട്ട്, പ്ലസ് നമുക്കൊരു CVT ഓട്ടോമാറ്റിക് വരുന്ന നിസാന്റെ സണ്ണി. എക്സ്റ്റീരിയർ നോക്കണേ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. 4 ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. ഫുൾ ബട്ടൺ ടയർസ്, ഫുൾ കട്ട ഡ്യുവൽ മാനുവൽ ആവുമ്പോൾ ഒരു 13 to 14 വരെ മൈലേജ് ഉണ്ടാവും. ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഷ്ടം പോലെ കളക്ഷൻസ്. ഇത് നമ്മൾ ലാൻഡിങ് പ്രൈസിനേക്കാൾ കുറച്ചിട്ട് മാക്സിമം വില പൊട്ടിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ കാർ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മിസ്സാക്കി നിങ്ങൾക്ക് ഗംഭീരമായ നഷ്ടമായിരിക്കും. നമുക്ക് പ്രീമിയം ലെവൽസ് വാഹനങ്ങളുണ്ട്, മിഡ് റേഞ്ച് വാഹനങ്ങൾ, SUV നല്ല കളക്ഷൻസ്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ വില കുറച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. റിയൽ മോട്ടോഴ്സിലാണ്. അപ്പോൾ ഒത്തിരി നാളായി ഇവിടെ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാ റേഞ്ചുള്ള വാഹനം, എക്സ്ചേഞ്ച് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇത് മലപ്പുറം ജില്ലയിൽ വേങ്ങര റിയൽ മോട്ടോഴ്സിലാണ്. ഫസ്ലുക്കാണ് കൂടുതൽ. ഫസ്ലുക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്ലുക്ക നമ്മൾ കുറെ നാളായി പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗംഭീരമായ ഓഫർ വീഡിയോ അല്ല, മാക്സിമം വില കുറച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് ഒക്കെ നോക്കുക, എന്നിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതിൽ നമുക്ക് ബാർഗെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മാക്സിമം നെറ്റ് പ്രൈസ് വിലയിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലേ? നല്ല ട്രാക്കിന് ഫുൾ ലോണൊക്കെ അടക്കാൻ പറ്റില്ല. ഒത്തിരി വാഹനങ്ങളുണ്ട്. സോ നമുക്ക് സാധാരണക്കാരന് വേണ്ടിയ വാഹനങ്ങൾ, ഇനി സാധാരണക്കാരന് പ്രീമിയം റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്വിഫ്റ്റിൻ്റെ റേറ്റിലൊക്കെ നമ്മൾ ഓടി ബെൻസൊക്കെ ഉള്ള നല്ലൊരു കിടിലം പാർട്ടാണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ. അപ്പോൾ ഫസ്റ്റ് റിയൽ മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ വേങ്ങരയിൽ നിന്ന് മലപ്പുറം റോഡിൽ കഷ്ടിച്ച് 1 കിലോമീറ്റർ. അതായത് വേങ്ങര മലപ്പുറം റൂട്ടിലാണ്. അതായത് ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ് വരുന്നത്. വേങ്ങര ടൗണിൽ ഏകദേശം 2 കിലോമീറ്റർ, മലപ്പുറം റൂട്ടിൽ 1 കിലോമീറ്റർ ഇല്ല. ഫസ്റ്റ് തന്നെ നമുക്കൊരു 30 കിലോമീറ്റർ മൈലേജ് ഇടുന്ന ഒരു കിള്ളം വണ്ടി. അപ്പോൾ 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ തള്ളല്ല. കാരണം ഇതിൽ നമുക്ക് CNG കിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു കിള്ളം വണ്ടി. അപ്പോൾ നമ്മൾ റേറ്റ് ഒക്കെ നോക്കുക. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങൾ? 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഇത് CNG ആണ്. LXI 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അതിന് വില നമ്മൾ ചോദിക്കുന്ന നല്ല ഫൈനൽ പ്രൈസ് 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. അപ്പോൾ 2018 CNG കിറ്റ് ആയിട്ടാണെങ്കിൽ 50 രൂപ നമുക്ക് അതിന്റെ CNG കിറ്റിന് ചെലവ് വരും. 3 ലക്ഷം റേഞ്ചിൽ മാർക്കറ്റ് ഓൾറെഡി 2018 വണ്ടിക്ക് ഉണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ CNG കിറ്റും അടക്കം നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം. ഫുൾ ഓൺ ആയിട്ടുള്ള ബസ്സിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 19 CNG കിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്രോളിലും ഓടാം, CNGയിലും ഓടാം. സോ നമുക്ക് കറണ്ട് വണ്ടിന്റെ മാതിരി ടെൻഷന് കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ അല്ലെങ്കിൽ ഈവൻ നമുക്ക് 2 ഫ്യൂവലായിട്ട് ഓടാൻ പറ്റുന്ന ബൈഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം മാക്സിമം കുറച്ചിട്ട്. ദെൻ ഒരു സെലേറിയോ, അതിന്റെ 2nd ജനറേഷൻ ആണ്. നല്ല അടിപൊളി കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് കൂടി വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? കർണാടക രജിസ്ട്രേഷൻ ആണ്. 2018 മോഡൽ ZXi ഏറ്റവും ഫുൾ ലോഡ് ഇല്ല, ഫുൾ ലോഡ് ഉണ്ട്. വിത്ത് NOC-യിൽ 3,25,000 രൂപ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. NOC-യിൽ 3,25,000 ആണ്. ഒരു ഓൾട്ടോന്റെ പ്രൈസിന് നമുക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് സെലേറിയോ ഉണ്ടാവും. കിലോമീറ്റർ എത്ര ബസ്സിലാണ്? ഇത് 63 ആണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക ഫിറ്റ്, ഡീസൽ, ഓട്ടോമാറ്റിക് വണ്ടി. ബോണറ്റ് റീപ്ലേസ്, അത് മേജറായ പ്രശ്നം ഒന്നുമില്ല. ഹിസ്റ്ററൊക്കെ ഉണ്ടല്ലോ അല്ലെ? അബ്രോണ്ട് പ്രശ്നങ്ങളോ ചേഞ്ച് പെയിന്റ് ഒന്നുമില്ല. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി. NOC-യിൽ 3.4 നമ്പറായി കഴിഞ്ഞാൽ ലോണൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലെ? അടുത്താണ് ഒരു നിസാന്റെ മൈക്ര സിൽവർ ഫിനിഷിംഗ് ആണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. അവര് ഒരു 80% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏതായിരുന്നു ഇതിന്റെ ഓപ്ഷന്? ഇത് 2018 മോഡൽ XL ആണ്. പെട്രോൾ ഇതിന് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്, പെട്രോൾ മാനുവൽ. വണ്ടിയുടെ പ്രൈസ് 3,60,000 രൂപ. നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇതിലൊരു 3 രൂപ വരെ ലോൺ കൊടുക്കാം. 60 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പാർസൽ ട്രേ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്വാളിറ്റി സീറ്റ് കവേഴ്സ്. 60 രൂപ വണ്ടി ഇറക്കാം. 18 മോഡല്. കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ 63,000 കിലോമീറ്റർ. ഇതേ നമുക്കൊരു ബലേനോ, അതിന്റെ ഒരു 2nd ജനറേഷൻ അല്ലേ? ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിലവിൽ വന്നതിന്റെ ഏറ്റവും തൊട്ട് മുമ്പുള്ള ഫേസ് ലിഫ്റ്റ്. അതിൽ നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്. K-Lite തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ മാനുവൽ. 2019 ഡെൽറ്റ 52,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ, ലോ കിലോമീറ്റർ ആണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട വാഹനങ്ങളൊക്കെ. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഇതിന്റെ പ്രൈസ് വരുന്നത് 5,90,000 രൂപ. 5,90,000 മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ആണ്. നിങ്ങൾ മോഡൽ നോക്കുക. 19 ആൽഫ അല്ലേ വരുന്നത്? ഡെൽറ്റ അല്ല, ഡെൽറ്റ. അതിൽ നമ്മൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ക്വാളിറ്റി, സീറ്റ് കവേഴ്സ്, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. സ്റ്റിയറിംഗിലും വോളിയം കൺട്രോൾ കാര്യങ്ങൾ, ഫീച്ചേഴ്സിന്റെ കാര്യമാണെങ്കിലും എല്ലാം പക്കയാണ്. നമുക്ക്
സിംഗിൾ ഓൺഷിപ്പ് വാഹനം നമുക്ക് എത്ര 590 രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 5-5.5 വരെ ട്രാക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലോൺ കൊടുക്കാം. 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ. അടുത്ത ജാസ് അല്ല, കിഡ്ല വണ്ടിയാണ്, അടിപൊളി കളറ്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പോളിഷിംഗ് വരെ ചെയ്യേണ്ട അത്രയും പക്കായിട്ടുള്ള വണ്ടി. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? 2018 VX. ഇത് ഇതിനേറ്റവും ടോപ്പ് എൻഡ് കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്, CVT ഗിയർ ബോക്സിൽ. കിലോമീറ്റർ ഓടിയുള്ള 84,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് 5,75,000 കൊടുക്കാം. 6.5 വരെ ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് 5.25 ഫൈനൽ കൊടുക്കാം. ഫൈനൽ റേറ്റ് ഇല്ല. ലോൺ ഏകദേശം 5 രൂപ വരെ ലോൺ കൊടുക്കാം. ട്രാക്ക് ആണെങ്കിൽ 5.5 വരെ ലോൺ കൊടുക്കാം. 10-25 രൂപ വേണമെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അത് നമുക്ക് പാഡൽ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇതിൽ. പാഡൽ ഷിഫ്റ്റിംഗ്, ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകും. ഇത് നമുക്കൊരു നെക്സോൺ. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ. മൈലേജ് ഏകദേശം 20 വരെ മൈലേജ് കിട്ടുന്ന വണ്ടി. സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വണ്ടി. എങ്ങനെയാണ്? ഡീസൽ മാനുവൽ 2021 മോഡൽ, തേർഡ് ഓണർഷിപ്പ് വാഹനമാണ്. ബേസ് മോഡലാണ് ഈ വരുന്നത്. അഡീഷണൽ ഫോഗ്ലാമ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫൈനൽ പ്രൈസ് 6,90,000. 690. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് 6.80 കൊടുക്കാം. 6.80 ഫൈനൽ റേറ്റ്. ഫുൾ ലോണ് ഒരു 6 രൂപ ലോണ്. 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, നല്ല സീറ്റ് കവേഴ്സ്, ടയേഴ്സ് എല്ലാം ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇടയിൽ നമ്മളൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. നല്ല പൊളി കളർ ബ്ലഡ് റെഡിൽ വരുന്ന Audi Q3. അത് നമുക്ക് പനോണിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. നല്ലൊരു മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ. എങ്ങനെയാണ് ഫസ്റ്റ് ഡീറ്റെയിൽസ്? ഇത് 2014-15 രജിസ്ട്രേഷൻ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പിലാണ്. വിത്ത് NOC നമുക്ക് 9,90,000 കൊടുക്കാം. 990, 10 ലക്ഷത്തിന് താഴെയുള്ള റേഞ്ചിൽ നല്ലൊരു കിഡ്ലൻ നമുക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ ഓഡിന്റെ Q3 സൺറൂഫ്, അങ്ങനെ A to Z വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ല. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. ഇനി അടുത്ത് നല്ല ഒരു കിഡ്ലം സ്പേഷ്യസും നല്ല യാത്രാ കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ഫോർഡ് ഫിഗോ ആസ്പിയർ. ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ട് ലാസ്റ്റ് ജനറേഷനിൽ ഈ ഒരു ലെവലിലായിരുന്നു ലാസ്റ്റ് വരെ വണ്ടി വന്നിരുന്നത്. അതിന് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വാഹനം. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. അലോയ്സ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അടക്കം വരുന്നു. ഡുവൽ കളറിംഗിലാണ് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുള്ള ഡീറ്റെയിൽസ് വരുന്നത്. 2018 മാനുവൽ പെട്രോള്, അത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 51,000 കിലോമീറ്റർ ഓടിയത്. വണ്ടിയുടെ പ്രൈസ് 3,85,000 രൂപ. 3,85. പിന്നെ നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാം? നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 3-3.5 വരെ ചെയ്യാം. 3.5 വരെ ചെയ്യാം. നല്ല ട്രാക്ക് 10-30 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു SUV-ലോട്ടാണ് പോകുന്നത്. റെനോ ഡസ്റ്റർ KL7 രജിസ്ട്രേഷന് 4546 ഒരു സീരീസ് നമ്പറാണ് വരുന്നത്. ഇത് നമുക്ക് 85 PS ആണോ 110 ആണോ? 110 ഓപ്ഷൻ. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പില് ടോപ്പ് എഞ്ചിന് അത് നമുക്ക് പിന്നെ എല്ലാം കമ്പനി ഫിറ്റിംഗ്സ് വരുന്നു. 110 ആകുമ്പോൾ പെർഫോമൻസ് ബേസ്ഡ് ആണ് നമ്മൾ 110 എഞ്ചിൻ എന്ന് പറയുന്നത്. സോ നല്ല പെർഫോമൻസ് ആയിരിക്കും അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ RX ഓപ്ഷന് 1,40,000 കിലോമീറ്റർ. 3ാമത്തെ ഓണർഷിപ്പിൽ 5,90,000 രൂപ. 590 പൊട്ടിച്ച റേറ്റ് ആണ്. 6,90,000 ഒക്കെ ചോദിക്കുന്ന വാഹനങ്ങളിൽ നമുക്ക് ഫൈനല് 5,90 കൊടുക്കാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 5-5.5 വരെ ലോൺ കൊടുക്കാം. 14 രൂപ വണ്ടി ഇറക്കാം. അടുത്തൊരു പ്രീമിയം വെഹിക്കിളിലോട്ടാണ് പോകുന്നത്. ബെൻസ് സി ക്ലാസ് ബെൻസ്. സൺറൂഫ് കാര്യങ്ങൾ, ബെൻസിലെ സൺറൂഫ് ഒക്കെ പറയേണ്ട ആവശ്യമില്ല, എല്ലാം നോർമൽ ആണ്. 2012 സി ക്ലാസ് 200 പെട്രോൾ വരുന്നത് 200 ആണ്. സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഡിഷൻ. രജിസ്ട്രേഷൻ ആണ്. NOC ഓൾറെഡി എടുത്തിട്ടുണ്ട് തിരുവങ്ങാടി ഓഫീസിലേക്ക്. പിന്നെ അതിന്റെ ഫൈനൽ പ്രൈസ് കിലോമീറ്റർ ഓടിയുള്ളത് 62,000 കിലോമീറ്റർ. ഇതിന്റെ ഫൈനൽ പ്രൈസ് 7 ലക്ഷം വിത്ത് NOC 7 ലക്ഷം രൂപ. അടുത്ത നമുക്കൊരു സ്വിഫ്റ്റിലോട്ടാണ് പോകുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി. അലോയ്സ് വരുന്നുണ്ട്. നല്ല കമ്പനി നല്ല ക്വാളിറ്റി ഉള്ളത്. സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ. അതും ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് അല്ലേ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ് പോകാനും 52,000 കിലോമീറ്റർ ഓടിയത്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. VX ആണ്. ZX-ന്റെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഷോറൂം ക്വാളിറ്റി വണ്ടി. ഇതിന്റെ ഫൈനൽ പ്രൈസ് 6,35,000 രൂപ. ഫൈനൽ പ്രൈസ് 6,35. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ കിട്ടില്ല. ഒരു 6 ട്രാക്ക് ഉണ്ടെങ്കിൽ 6 വരെ ചെയ്യാം. ചെറിയൊരു 10-30 രൂപ 40 രൂപ. നോർമൽ കസ്റ്റമർ ആണെങ്കിൽ 5-5.5 വരെ ലോൺ ചെയ്യും. അടുത്ത വീണ്ടും ഒരു പ്രീമിയം വെഹിക്കിൾ ആണ്. A4 ആണ്. ഫുൾ ബ്ലാക്കിലുള്ള ഒരു വാഹനം. അതിനടുത്ത് ഫസ്റ്റ് ലുക്ക് ഡീറ്റെയിൽസ് വരുന്നത്. 2014 S line ആണ്. 72,000 കിലോമീറ്റർ ഓടിയുള്ളൂ.
സെക്കൻഡ് ഓണർഷിപ്പിലാണ്. മൂന്നാമത്തെ ഓണർഷിപ്പിലേക്ക് ഇപ്പോൾ നമ്മൾ NOC ഓൾറെഡി എടുത്തിട്ടുണ്ട്. തിരുവങ്ങാട് ആർട്ടിഫിസിലേക്ക് റെഡിയിൽ NOC ഉണ്ട്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓർഡർ വാങ്ങണം. 72,000 പക്ക ഷോറൂം ക്വാളിറ്റി. ഒരു ഒറിജിനൽ കേരള ഓഡി A4 ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 100% ഗ്യാരണ്ടിയോട് കൂടി എടുക്കാൻ പറ്റിയൊരു വാഹനം. എത്ര ചോദിക്കുന്നത്? ഇത് 8,80,000 രൂപ. NOCയിൽ നമ്മൾ ചോദിക്കുന്നതിന് എന്തെങ്കിലും നമുക്ക് സംതിങ് ഇത് നമുക്ക് കുറച്ച് കൊടുക്കാം. ആളുകൾ വരട്ടെ, ഇത് നമ്മൾ ഫൈനൽ റേറ്റ് അല്ല, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ ചെറുവാഹനത്തിലേക്കാണ്. ഓൾട്ടോ 800 വൈറ്റ്. നമ്മൾ നേരത്തെ സിൽവർ ആയിരുന്നു. 2015 സിംഗിൾ ഓണർഷിപ്പ് വാഹനം, 48,000 കിലോമീറ്റർ ഓട്ടം, LXI. ഇതിന്റെ ഫൈനൽ പ്രൈസ്, ഇതൊരു പാർക്കൻ സെയിൽ നമ്മളൊരു റിലേറ്റീവ്ലി ഉപയോഗിച്ച വാഹനമാണ്. ഇതിന്റെ ഫൈനൽ പ്രൈസ് 2,20,000 രൂപ. 2,20,000. അത്യാവശ്യം നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ടൂഡോ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ടയറൊക്കെ ഒരു 90-95% ടയർ ഉണ്ട്. ഫുൾ ബട്ടൺ ടയർസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? എത്ര നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് 1.25 to 1.80 14,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? വീണ്ടും ഒരു പ്രീമിയം വെഹിക്കിൾ ആണ് ഓഡി A4 അല്ലേ? അത് നമുക്ക് സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. S-Line തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ കളർ ചേഞ്ച്. അതെ, 2012 റീ രജിസ്ട്രേഷൻ, 82,000 കിലോമീറ്റർ ഓടിയത്. ഇതിന്റെ ഫൈനൽ പ്രൈസ് 7,95,000 രൂപ. ഫൈനൽ റേറ്റ് A95 റീ രജിസ്ട്രേഷൻ ആണ്. NOCയിലെ റേറ്റ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമുക്കൊരു എലൈറ്റ് i20 റെഡ് ആണ് വരുന്നത്. 65 നമ്മൾ ഇവിടുത്തെ തിരുവങ്ങാട് രജിസ്ട്രേഷൻ. 2015 ആസ്റ്റ 1,23,000 കിലോമീറ്റർ ഓടിയത്. ഇത് നമുക്ക് 4,40,000 ഫൈനൽ കൊടുക്കാം. ഡീസൽ വണ്ടിയാണോ? ഡീസലാണ്, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ആസ്റ്റ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ടോപ്പിന്റെ AC പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC ഹാൻഡ് റെസ്റ്റ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, 6 ഗിയർ ബോക്സ്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി വെഹിക്കിൾ, നല്ല മൈലേജ് ഇരുന്ന ഡീസൽ വണ്ടി. നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച്. ലോൺ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോണില്ല, ഒരു 4 lakh വരെ ലോൺ. 10-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒരു ന്യൂ മോഡൽ വാഗ്നർ 2023 മാസങ്ങൾ പഴക്കമുള്ള വണ്ടി ഇല്ല, ഒരു കൊല്ലം കഴിഞ്ഞു ഇല്ല. 23-24 37,000 കിലോമീറ്റർ VXI. ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 5,80,000 കൊടുക്കാം. ഫൈനൽ 5,80 അല്ലേ? ഏകദേശം നമുക്ക് ലോൺ നമുക്ക് 5.5 വരെ നമുക്ക് ലോൺ കൊടുക്കാം. നോർമൽ കസ്റ്റമർക്ക് 5 ലക്ഷം ലോണ്, അല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ 5.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത ഡെയിലി യൂസിന് ഒരു ഡീസൽ ഒരു SUV നോക്കുന്നവർക്ക് മാരുതി സുസുക്കി വിചാര പ്രസ. അതിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി, ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജ് അല്ലേ? ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016 VDI 1,10,000 കിലോമീറ്റർ ഓടിയത്, 3ാമത്തെ ഓണർഷിപ്പാണ്. ഇത് ഫൈനൽ പ്രൈസ് നമുക്ക് 5,90,000 രൂപ. 5,90 ആണ് കേട്ടോ ഒരു SUVക്ക് ഡീസൽ വണ്ടി. ഒരു 10-60 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഒരു 80 രൂപ ഇറക്കാം. 80 രൂപ വണ്ടി ഇറക്കാം. അടുത്തൊരു ഫോർഡ് എക്കോസ്പോർട്ട്, അത് ബ്ലഡ് റെഡിൽ നല്ലൊരു കിള്ളം വണ്ടി. ഡീസൽ അല്ലേ വരുന്നത്? 2019 മോഡല് ടൈറ്റാനിയം ഡീസൽ മാനുവൽ, 1,22,000 കിലോമീറ്റർ ഓട്ടം, സെക്കൻഡ് ഓണർഷിപ്പ് പോകണം. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ ഫൈനൽ പ്രൈസ് 7,30,000 രൂപ ഫൈനൽ പ്രൈസ്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 7 lakh വരെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രീമിയം ലെവലിൽ നമുക്ക് ഫീച്ചർ ലോഡുള്ള ഒരു കിള്ളം വണ്ടിയാണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന MG Hector. ഇത് 5 സീറ്റർ അതോ 7 സീറ്ററോ? ഇത് 5 സീറ്റർ ആണ്. MG Hector ഷാപ്പ് ഏറ്റവും ടോപ്പ് ഡീസൽ ഷോറൂം പ്രൈസുള്ള വാഹനമാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ ഫൈനൽ പ്രൈസ് 10,70,000 കൊടുക്കാം. ഡീസൽ വണ്ടി ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ഡീസൽ മാനുവൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക്. ഫുൾ ലോഡ് വണ്ടി ഫുൾ ലോൺ ചെയ്യാൻ പറ്റൂല. അപ്പൊ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അത് നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപ നമുക്ക് ഷോറൂമിൽ റൈറ്റ് വരുന്ന വണ്ടിയാണ്. നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ, ഫുൾ ഓൺ ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് നമ്മൾ ഇന്നോവയാണ്. 7 സീറ്റേഴ്സ് 2 ഇന്നോവ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഗ്രേ ഫിനിഷിംഗിൽ. അതിന്റെ ഫസിലിക്ക ഡീറ്റെയിൽസ്. 2014 Z 1,56,000 കിലോമീറ്റർ റീ രജിസ്ട്രേഷൻ ആണ്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതിന് ഫൈനൽ പ്രൈസ് 9,80,000 ഫൈനൽ പ്രൈസ്. NOC റേറ്റ് അല്ല, അത് രജിസ്ട്രേഷൻ നമ്പറായ വണ്ടി. ഏകദേശം നമുക്ക് ലോൺ എത്ര ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 5 to 6 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഞാനൊരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ടൈപ്പ് 4 തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഏറ്റവും ഫുൾ ലോഡ് ആയിരുന്നു. ഇത് ഏതായിരുന്നു? G4 2015 G4 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയത് വിത്ത് NOCയിൽ 7 ലക്ഷം രൂപ ഫൈനൽ. 7 ലക്ഷം രൂപ ഫൈനൽ. ഇത് നമ്മളൊരു ഫോർച്യൂണർ ആണ്. ഇതെങ്ങനെയായിരുന്നു? 2 വീലാണോ 4 വീലാണോ? ഇത് 2 വീൽ മാനുവൽ. 2016 2 വീൽ മാനുവൽ അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. വിത്ത് NOCയിൽ 12,90,000 രൂപ ഫൈനൽ പ്രൈസ്. മൈലേജ് കിട്ടുന്ന വണ്ടിയില്ല, പക്ക ഷോറൂം കണ്ടീഷൻ. കിലോമീറ്റർ എത്രയായിരുന്നു? 2.5 ലക്ഷം കിലോമീറ്റർ.
യെസ്, ഇത് നമുക്കൊരു SUV 500, അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി, ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 7 സീറ്റർ അല്ലേ, നല്ല ഫീച്ചർ ലോഡ്. 16 W10 അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് സൺറൂഫ് കാര്യങ്ങളെല്ലാം മാനുവൽ. കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ഇതിന്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്നത് 8 ലക്ഷം രൂപ. 8,15 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 8,15 ഫൈനൽ. ലോൺ 6 lakh വരെ ലോൺ കൊടുക്കാം. അടുത്തൊരു ക്രിസ്റ്റ, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2016 മോഡൽ G4 ഒറിജിനൽ കേരള. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1,99 ഓട്ടം, 1,99,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓൺഷിപ്പ് വേണം. ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 14,80,000 കൊടുക്കാം. ഫൈനൽ കേരള. ഏകദേശം ലോൺ എത്ര ചെയ്യാൻ? ലോൺ നമുക്ക് ഒരു 12 രൂപ വരെ ചെയ്യാം. നല്ല ട്രാക്ക് ഉണ്ട്, 12 രൂപ. അടുത്ത നമ്മളൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. അപ്പോൾ C ക്ലാസ് ബെൻസ്. നമ്മൾ ഒന്നുകൂടെ നമുക്ക് ഇത് ഏതായിരുന്നു? 2015 മോഡൽ. 82,000 കിലോമീറ്റർ ഓടും. സെക്കൻഡ് ഓണർഷിപ്പ് വിത്ത് NOC-യിൽ 17 ലക്ഷം രൂപ. 17 ലക്ഷം രൂപ എന്തെങ്കിലും സംതിങ് പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് കംഫർട്ട് നോക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്വിഫ്റ്റ്. അത് ഡീസൽ ഓട്ടോമാറ്റിക്. സോ മൈലേജ്, കംഫർട്ടിന് കംഫർട്ട്, നല്ല പൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2018 മോഡൽ VDI ഓട്ടോമാറ്റിക്, 1,10,000 കിലോമീറ്റർ ഓട്ടം. കർണാടക നമ്പറായത്, കേരള നമ്പറായ വാഹനം. കേരളത്തിലെ നമ്പറായിട്ട് നല്ല ഫാൻസി നമ്പറൊക്കെയാണ് വരുന്നത്. അത് നമുക്ക് ഹിസ്റ്ററിയൊക്കെ പക്കല്ല വേണ്ടി. സിംഗിൾ ഓൺഷിപ്പ് 5,80,000 രൂപ ഫൈനൽ പ്രൈസ്. 5,85. എത്ര രൂപ വരെ ലോൺ ചെയ്യാൻ? ട്രാക്ക് ഉണ്ടെങ്കിൽ 5 to 5.5 വരെ ലോൺ കൊടുക്കാം. 19 രൂപ വേണ്ടി വണ്ടി ഇറക്കാം അല്ലേ? അടുത്തതുകൊണ്ട് നമുക്കൊരു കിള്ളം ഫോർച്യൂണർ ആണ്. നമുക്ക് TRD കിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള മോഡൽ. 2009 മോഡൽ 10 രജിസ്ട്രേഷൻ, 3ാമത്തെ ഓണർഷിപ്പിലാണ്. ഇത് ഫൈനൽ പ്രൈസ് 8 ലക്ഷത്തിന് കൊടുക്കാം. 8 ലക്ഷം രൂപ. 2 വീലാണോ 4 വീലാണോ? മാനുവൽ. 4 വീൽ മാനുവൽ. ഓക്കെ. അപ്പൊ നമുക്ക് മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസ് ആണ്. 5 വർഷത്തേക്ക് ഫുൾ പേപ്പർ റെഡി. ഫുൾ പേപ്പർ. അടുത്താണ് നമുക്ക് വീണ്ടും അടുത്ത ഫോർച്യൂണർ വന്നുകൊണ്ടിരിക്കുകയാണ്. KL51 888 നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടി. എന്താ ഫസ്റ്റ് ഡീറ്റെയിൽസ്? ഏകദേശം 5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സിലെ വണ്ടിയാണ്. ലെജൻഡർ അലൈസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ ബട്ടൺ ടയേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം, ഫുൾ കിറ്റ്, TRD കിറ്റ്, പ്രൊജക്ട് ഹെഡ്ലാമ്പ്, ടൈലാമ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഹൈഡ്രോളിക് സീറ്റ് കാര്യങ്ങളുണ്ട്. സിംഗിൾ ഹൈഡ്രോളിക് ഡ്രൈവർ സീറ്റിൽ എന്തായാലും വരും. അതിന് സൈഡിലായിട്ട് മറ്റേ ഫ്രണ്ടിൽ 2 സീറ്റും ഹൈഡ്രോളിക്കാണ്. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ പ്രൈസ് 14,90,000 രൂപ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 10 ലക്ഷം ലോൺ കൊടുക്കാം. 10 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഇത് നമ്മളൊരു കിള്ളം ഫാമിലി വെഹിക്കിൾ ആണ്. നല്ല സ്പേഷ്യസ്, നല്ല കംഫർട്ട്, പ്ലസ് നമുക്കൊരു CVT ഓട്ടോമാറ്റിക് വരുന്ന നിസാന്റെ സണ്ണി. എക്സ്റ്റീരിയർ നോക്കണേ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അത്ര നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2013 XL നിസാൻ സണ്ണി, പെട്രോൾ, CVT, ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനം. ഓൺഷിപ്പുള്ള വാഹനം. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 90,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? ഇതിന്റെ ഫൈനൽ പ്രൈസ് 3,65,000 രൂപ. നമുക്ക് എന്തെങ്കിലും സംതിങ് പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ. കേരള വാഹനമാണ്, ഒറിജിനൽ കേരള വാഹനം. നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ലോണും 10-65 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നല്ല സ്പേഷ്യസ് ആണ്. റിയർലി AC വെന്റ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന CVT ഓട്ടോമാറ്റിക് ഗിയറിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. അടുത്ത ഇതാണ് ഒരു കിഡ്ലം ഫാമിലി കാറാണ്. അതും ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഫുള്ളോട് ഒരു മാരുതി സുസുക്കി സെലേറിയോ. നല്ല മൈലേജും നല്ല കംഫർട്ടൊക്കെ ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. കിലോമീറ്റർ എത്രയായിരുന്നു? 52,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? ഫൈനൽ റേറ്റ് 3,60,000 കൊടുക്കാം. 3 ലക്ഷം വരെ ലോൺ കൊടുക്കാം. അപ്പോൾ ഒരു 65 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. ഓട്ടോമാറ്റിക് ആണ്, നല്ല മൈലേജും നല്ല കംഫർട്ടും. MT ആണെങ്കിൽ മാനുവലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ, AC പോസ്റ്ററിങ്, 4 പവറിൻ്റെ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോ നമ്മുടെ റിയൽ മോട്ടോഴ്സിലായിരുന്നു. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ ഏകദേശം 1 കിലോമീറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ റിയൽ മോട്ടോഴ്സ് കാണാം. അപ്പോൾ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫസ്ലുക്ക സൈനിങ് ഓഫ്.